എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ബാലന് ശ്രീദേവിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പുകഴ്ത്തുവാണ്. ഗോമതിക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ബാലൻ മീനാക്ഷിനെ മിത്രനെ ഒക്കെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. കാരണം ഇവിടെ ശ്രീദേവി വന്നതിന് ശേഷം 2 ദിവസമായുള്ളൂ വന്നിട്ട്. ആ 2 ദിവസം ശ്രീദേവിയാണ് അടുക്കളയിൽ കയറി ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതും 10 പേർക്ക് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. മിത്രേ, നിന്നെ കൊണ്ട് അത് സാധിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. മിത്ര പറഞ്ഞ് എനിക്ക് പറ്റുമെന്ന് പറയാം. മീനാക്ഷിയോട് ചോദിച്ചപ്പോൾ മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. മിത്ര പറഞ്ഞ് എനിക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു നാവ് കൊണ്ട് പറയാനായിട്ട് പറ്റുമായിരിക്കും, പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആകുന്ന കാര്യമല്ല എന്ന് പറയണം. അതൊക്കെ നേരത്തെ വീട്ടിൽ ചെയ്ത് പഠിച്ച പെൺകുട്ടികൾക്ക് മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പം അത് ചെയ്യാൻ പറ്റുമെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറയണം. ഇത് കേട്ടത് മിത്രയുടെ മുഖം കുഞ്ഞു. പെട്ടെന്ന് ഗോമതി മീനാക്ഷിനെ മിത്രേനെ നോക്കി. അവർക്ക് സങ്കടമായെന്നുള്ള കാര്യം മനസ്സിലായി. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇതെന്താ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലോ. ഇപ്പം ഇത്ര പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. മീനാക്ഷി ആണെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്കിപ്പം അടുക്കളയിലെ കാര്യങ്ങൾ ഇത്ര പേർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അടുക്കള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്റെ ഡിപ്പാർട്ട്മെന്റാ. അതുകൊണ്ടല്ലേ ഞാൻ വേറെ ജോലിക്ക് പോലും പോകാതിരിക്കുന്നേ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ചെന്ന് കയറുന്ന വീട് സ്വന്തം വീട് പോലെ കാണണം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന്. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, കേട്ട് പഠിക്കുക ഗോമതി. കണ്ടോ, ഇങ്ങനെ വേണം പെൺകുട്ടികളെ വളർത്തി വലുതാക്കാനായിട്ട്. ഇഷ്ടം പോലെ സ്വത്തും പണമുള്ള വീട്ടിൽ നിന്നല്ലേ ശ്രീദേവി വന്നിരിക്കുന്നേ. എന്നിട്ടോ അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടോ? എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് ചെയ്യുന്ന കണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ശ്രീദേവി ഒരടിയും കൂടെ അങ്ങോട്ട് പൊങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാരും കൂടെ ഏറ്റുപോയി കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് അങ്ങ് സങ്കടം വന്നു. കാരണം ഇത്രയും കാലമായിട്ട് താൻ തന്നെ ഒരു കറി ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് പോലും ബാലേട്ടൻ ഇതുവരെയായിട്ട് തന്നെ ഒന്നും അഭിനന്ദിച്ചിട്ട് പോലും ഇല്ല. ആ ഒരു ദേഷ്യം ഗോമതിക്ക് ഉണ്ടായിരുന്നു. ഗോമതി അടുക്കള പോയി ആ ദേഷ്യമൊക്കെ തീർക്കുന്നുണ്ട്. മീനാക്ഷിക്കും മിത്രയ്ക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചിരിയാ വന്നേ. കാരണം ഇങ്ങനെയൊക്കെ അമ്മ പ്രതികരിക്കുന്ന ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. അമ്മയ്ക്കാണെങ്കിലോ എന്തെങ്കിലും അച്ഛനോട് മുഖത്ത് നോക്കി പറയാനൊരു പേടി. പക്ഷെ ഇങ്ങനെയൊക്കെ ശ്രീദേവിനെ പുകഴ്ത്തുന്ന കാണുമ്പോ അതിനകത്തൊരു ദേഷ്യാസയൊക്കെ തോന്നുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് ഈ വീട്ടിൽ വെച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഗോമതിക്കുണ്ടായിരുന്നു. പിന്നീട് വൈകുന്നേരം ആകാശ് അവിടെ പുറത്തു പോയി ടെറസിന്റെ അവിടെ പോയി നിൽക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ധർമ്മനും ആര്യനും കൂടെ വരുന്നത്. വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ആകാശേട്ടാ? ആകാശേട്ടൻ എന്താ ഭയങ്കര ചിന്തയിലാണല്ലോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കരുത്. ഇപ്പൊ എന്താ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇത്ര കാരണം എന്നാ നിൽക്കും? അല്ല, അത് പിന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ള കാര്യം ശരി തന്നെയാ. പക്ഷെ എന്നാലും അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്. പക്ഷെങ്കില് അച്ഛൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഞാൻ നുണ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ എന്നാലും മനസ്സിലാത്തൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. ശ്രീദേവി അടുത്തേക്ക് എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണുമെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, അതാണോ കാര്യം? എടാ ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാന്ന്? കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെയാ, ഒരു സ്വാതന്ത്ര്യം പോലും കിട്ടത്തില്ല. അതെ, അവസാനം ഞാൻ അളിയനും ഞാനും കൂടെ വഴക്കുണ്ടാക്കേണ്ടി വരും. ഞാൻ കല്യാണം കഴിച്ച് ഭാര്യനെ വീട്ടിൽ കൊണ്ട് ഇരുത്തിയിട്ട് ഞാൻ എപ്പോഴും കടയിൽ പോകാനേ എനിക്ക് സമയം കാണത്തുള്ളൂ എന്ന് പറയാം. അത് പിന്നെ മാമ, ഞാൻ ഡെലിവറി കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടല്ലേ പോയത്. പിന്നെ ഒരു ഇത്തിരി സമയം ഈ പറയുന്ന മീനാക്ഷിക്ക് ഒരു സ്വീറ്റ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഷേക്കും കഴിക്കാൻ, ഗുലാബ് ജാമും കഴിക്കാൻ എത്ര സമയം വേണ്ടി വന്നു? കുറച്ച് സമയമല്ലേ വേണ്ടി വന്നുള്ളൂ. അത്ര സമയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ മാമ. പക്ഷെ അതിന്റെ പേരിൽ അത്രയൊക്കെ ചീത്ത പറഞ്ഞ അച്ഛൻ എനിക്ക് സങ്കടമായി. എന്നാലും സാരമില്ല, അച്ഛനല്ലേ എന്നോർത്ത് ഞാൻ അങ്ങോട്ട് എന്റെ വിഷമങ്ങളൊക്കെ മാറ്റി വെക്കുമെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, അത് കൊള്ളാം. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ പറയണോ? അങ്ങനെയുടെ നിനക്ക് തിരിച്ചു പറയാൻ എല്ലാരും ചോദിക്കും. അതിന് പറയായിരുന്നേ, എന്റെ കയ്യിലും കുറ്റമുണ്ടല്ലോ. ഞാൻ അച്ഛനോട് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ മീനാക്ഷിയുടെ പുറത്തു പോയി ഫുഡ് കഴിച്ചെന്നുള്ള കാര്യം. അത് പറയാത്തോണ്ടാണ് അച്ഛൻ അത്രയ്ക്ക് ദേഷ്യമൊക്കെ വന്നേ. അതിനിപ്പോ അച്ഛനെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല എന്ന് പറയണം. പിന്നീട് ആര്യം പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഈ പറഞ്ഞ അച്ഛന് ശ്രീദേവി ചേച്ചിയുടെ അടുത്ത് ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ടോന്നൊരു സംശയം. അതെന്താ? അല്ല, ഇത്രയും കാലം അമ്മയല്ലേ ഫുഡൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നേ, എന്നിട്ടാ അമ്മേനെ ഒന്ന് പുകഴ്ത്തി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, അമ്മയ്ക്ക് അത് ഭയങ്കര വിഷമായെന്ന് തോന്നിയെന്ന് പറയണ. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, അത് ശരിയാ, ചേച്ചിക്ക് വിഷമായെന്നാ തോന്നേ. കാരണം ഇത്രയും കാലം ചേച്ചി അടുക്കള കയറി ഫുഡ് ഉണ്ടാക്കിയിട്ട് ആളെയൊരു നല്ല വാർത്ത പോലും പറഞ്ഞിട്ടില്ല, കൊള്ളാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ചേച്ചിക്ക് ഉണ്ടാകത്തില്ലേ? ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞു, അത് ശരിയാ. പോരാത്തേന് മീനാക്ഷിനെയും ഇത്രയും കുറ്റപ്പെടുത്തുകയും ചെയ്തില്ല അച്ഛന്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോന്നൊക്കെ. അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു പറയണ. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, അച്ഛന് സ്വഭാവമല്ലേ, അച്ഛൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും. ധർമ്മം പറഞ്ഞു, പിന്നെ ശ്രീദേവി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമല്ലേ. നമ്മൾ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ, അച്ഛൻ നോക്കുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. കല്യാണം കഴിഞ്ഞ് വന്ന് 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പൊ അതുകൊണ്ടാ. പോരാത്തന്നെ ഈ പറയുന്ന മീനാക്ഷിയാളും ഇത്രയാളും അങ്ങനെയൊന്നും കയറി അടുക്കള കയറി ചെയ്യുന്നില്ലോ എന്ന് പറയാം.
അത് ശരിയാ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അച്ഛൻ പ്രശംസിക്കുന്നേ. പക്ഷേ അച്ഛന്റെ ഈ അഭിനന്ദനം അമ്മയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു, എന്റെ ചേച്ചിയല്ലേ ആള്, ചേച്ചിക്ക് പിന്നെ വിഷമാവാതിരിക്കുമോന്ന് ചോദിക്കുക. ഇത്ര നിസ്സാര കാര്യം മതി അതോർത്ത് സങ്കടപ്പെടാനായിട്ട്. പോരാത്തന് ഇത്രയും കാലം അളിയന്റെ കാര്യങ്ങളെല്ലാം ചേച്ചിയെല്ലാം നോക്കിക്കൊണ്ടിരുന്നേ. അപ്പൊ ഇപ്പൊ പുതിയ ഒരാള് വന്ന് അതിനകത്തേക്ക് കൈയെടുത്തുമ്പോൾ ചേച്ചിക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആരിന്റെ അവിടെ നിന്ന് ചിരിക്കുവാണ്. നല്ല കഥയായെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ആകാശം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷി മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മീനാക്ഷിയോട് ഒന്നിച്ചു, നിനക്ക് വിഷമായെന്ന് ചോദിക്കുക. എന്തിന്? അല്ല, അച്ഛൻ അങ്ങനെ ഡൈനിങ് ടേബിൾ വെച്ച് അങ്ങനെ നിനക്ക് രണ്ടുപേർക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ, ഓ അതിനിപ്പോ എന്താ, അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റ്, എനിക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്. പിന്നെ ഇപ്പൊ എന്താ കുഴപ്പം? 10 പേർക്കൊക്കെ ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധിക്കില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഞാൻ ചെയ്യുള്ളൂ. അത്യാവശ്യം അതെ, അമ്മേനെ അടുക്കള കയറി ഒന്ന് സഹായിക്കും, അത് മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയാന്ന്. ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്ത് സഹായിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും ആകാശിന് സമാധാനമായി. ഞാൻ കരുതി ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇവിടെ വന്ന് എന്നോട് കിടന്ന് വഴക്കുണ്ടാക്കുമെന്ന്. ഞാൻ എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? വഴക്കുണ്ടാക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. ഞാൻ ഇത്രയും നാളായാലും ഇവിടെ വന്നിട്ട്, പക്ഷേങ്കിലേ എനിക്ക് നല്ല സംശയമുണ്ട് ഈ ശ്രീദേവിയടുത്തിന്റെ കാര്യത്തിൽ എന്ന് പറയാം. അതെന്താ ഇപ്പൊ അങ്ങനെ സംശയം തോന്നാനായിട്ട് കാരണം? അല്ല, അത് മറ്റൊന്നുമല്ല, കുറച്ച് ഓവർ ആവുന്നില്ലേ എന്നൊരു സംശയം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കള കയറി 3-4 കൂട്ടം പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കി ചായ എല്ലാം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുന്ന കാര്യമാണോ? അതാ ഞാൻ ചോദിച്ചാൽ, എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ ഒരു ഡ്രാമ കളിക്കുവാണോ എന്ന് എനിക്ക് സംശയം. ഇത് കേട്ടപ്പോ ആകാശം പറഞ്ഞു, അല്ല ശ്രീദേവിയടുത്തേക്ക് എന്തിനാ ഡ്രാമ കളിക്കേണ്ട ആവശ്യം? ഇഷ്ടംപോലെ സ്വത്തും പണവും ഒക്കെ ഉള്ള വീട്ടിൽ നിന്ന് വന്നതല്ലേ. വീട്ടിലാണെങ്കിലോ ഒന്നും ചെയ്യണ്ടായിരിക്കും, പക്ഷെ ഇവിടെ ഒന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോ എന്തൊക്കെയാ ചെയ്യണ്ടേ? ചിലപ്പോ അവരുടെ അമ്മ പറഞ്ഞു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അല്ല, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ നോക്കി? ദേഷ്യപ്പെടുന്ന എന്തിനാ? നമ്മളിത് കുറെ കണ്ടുള്ളല്ലേ. 10 ദിവസം കഴിയുമ്പോ എല്ലാം ഓക്കെ ആവുന്നേ. ചിലപ്പോ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഇതൊക്കെ കാണത്തുള്ളൂ. അത് കഴിയുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളെന്ന് പറയാം. എനിക്ക് അമ്മയുടെ കാര്യം ഓർത്തിട്ടാ. അമ്മയ്ക്കാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും അറിയത്തില്ല. ആകാശം എന്ന് പറയണ എന്താ? അല്ല, അമ്മയുടെ മുന്നിൽ വെച്ചിങ്ങനെ ശ്രീദേവിനെ പുകഴ്ത്തി കഴിയുമ്പോഴേ അമ്മയ്ക്ക് ആ ഒരു വിഷമം ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ആകാശം ചിരിക്കുകയാണ്. എനിക്കൊരു പേടി ഇനിയിപ്പൊ നിന്റെ കാര്യത്തിലായിരുന്നു എന്നൊക്കെ ആകാശം പറയാണ്. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും അടുക്കള ജോലികളൊക്കെ ചെയ്ത് ശ്രീദേവി മുറിയിലേക്ക് വരുമ്പോഴത്തേനും ആനന്ദ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വെള്ളമെല്ലാം കൊണ്ടുവച്ച് ശ്രീദേവി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ശ്രീദേവി കട്ടിലിന്റെ ഒരു സൈഡിൽ ഇരുന്നു. പിന്നീട് ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ശ്രീദേവിക്ക് എന്തോ ഒരു ചമ്പലം നാണമൊക്കെ വന്നു. പിന്നീട് ശ്രീദേവി അവിടെ കൈ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പതുക്കെ കയ്യിലേക്ക് പിടിക്കണം. പെട്ടെന്ന് ശ്രീദേവിയൊക്കെ കൈ അങ്ങോട്ട് വലിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. ആനന്ദ് സോറി പറഞ്ഞപ്പോ ശ്രീദേവി പറഞ്ഞു, അയ്യോ സോറി ആനന്ദേട്ടാ, ഞാനല്ലേ സോറി പറയണ്ടേന്ന് പറയണം. അത് പിന്നെ ഞാൻ പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് കൈ അങ്ങോട്ട് വലിച്ചാന്ന് പറയണം. അല്ല, ശ്രീദേവിക്ക് എന്താ എത്ര നാണെന്ന് ചോദിക്കാം. എനിക്ക് നാണമൊന്നുമില്ല. ഇപ്പൊ എന്നെക്കാളും നാണക്കൂടുതല ആനന്ദേണ്ണാണല്ലോ എന്ന് പറയാം. അങ്ങനെയൊന്നുമില്ലാന്ന് ആനന്ദ് പറയണം. പിന്നീട് അവര് കണ്ണി നോക്കുവാണ്. ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു, ശ്രീദേവി എന്തെങ്കിലും പറ എന്ന് പറയണം. അതെ, എനിക്ക് സോറി പറയണമെന്ന് പറയാ. സോറിയോ? അതെന്താണ് സോറി പറയണേ? അത് പിന്നെ ഇന്നലെ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയേന്, അതിന് എത്ര വട്ടം സോറി പറഞ്ഞു? രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് അതിന് സോറി പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ, ഇനിയിപ്പൊ അത് തന്നെ പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. അതല്ല പിന്നെ എന്താ? ഒന്നുമില്ലാന്ന് പറയണേ. പിന്നീട് പറഞ്ഞു, അല്ല ശ്രീദേവിക്ക് എന്നോടൊന്നും പറയാനില്ലെന്ന് ചോദിക്കും. ഇല്ല ആനന്ദാണ് എന്നോട് പറയാനില്ലേ. ഞാൻ എന്ത് പറയാനാ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് ശ്രീദേവി ചോദിച്ചു, അന്നൊരു കാര്യം ഞാനൊരു കാര്യം ചോദിച്ചു ആനന്ദയുടെ സത്യം പറയുന്നേക്കും. എന്താ? അതെ, ആനന്ദന്റെ മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് എന്നോട് പറയുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ആനന്ദൻ ഞെട്ടി. ഇപ്പൊ പറയാനോ? അതെ. അത് ശരിയാകത്തില്ലെന്ന് പറയണം. അതെന്താ? അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കഥയൊന്നും അല്ല, അതിപ്പൊ പറയണ്ടെന്ന് പറയാ. നമ്മൾ രണ്ടും തമ്മിലൊരു പുതിയ ജീവിതമൊക്കെ തുടങ്ങിയിരിക്കുന്നല്ലേ. എന്താ ആനന്ദേട്ടാ, എനിക്കത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടല്ലേ പറയണം. വേണ്ട, അതറിഞ്ഞാൽ ശരിയാകത്തില്ല, ഇപ്പോഴതൊന്നും പറയണ്ടെന്ന് പറയണ. ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് വിഷമായി. ആനന്ദ് പറഞ്ഞു, ഞാൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നും അല്ല, വെറുതെ എന്തിനാ, നമ്മുടെ രണ്ടുപേരുടെ നല്ലൊരു മുഹൂർത്തമാണിത്. ആ സമയത്ത് വെറുതെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ മൂഡ് സ്പോയിൽ ചെയ്യേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ ശ്രീദേവിയുടെ കൈ വെച്ച് കഴിഞ്ഞപ്പോൾ ആനന്ദ കയ്യിലേക്ക് പിടിക്കുകയാണ്. കൃത്യസമയത്ത് കറണ്ട് പോയി. ഈ സമയം ആനന്ദ് പറഞ്ഞു, ഇനി കുറച്ച് സമയം കഴിയും കറണ്ട് വരാനെന്നൊക്കെ പറയണം. ശ്രീദേവിക്ക് ചിരി വന്നു. അങ്ങനെ അവരോട് ഇരിക്കണം. പിന്നീട് മിത്ര മുറിയിലേക്ക് വരുമ്പോഴത്തേന് ആരിന് ചില കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മിത്ര വന്നിട്ട് ചോദിച്ചു, എന്താ ആര്യ ഭയങ്കര കണക്കെഴുത്താണല്ലോ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആര്യം പറഞ്ഞു, അത് പിന്നെ കുറച്ച് കണക്കുകളും കാര്യങ്ങളും ആണെന്ന് പറയണം. കടയിലാണോ? അതെങ്ങനെ കടയിലാവുന്നേ? ഞാൻ കടയിലേക്ക് പോവാറ് പോലും ഇല്ലോ എന്ന് പറയണേ. ഇത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുക. പിന്നീട്
മിത്ര പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, ആരും വേണം ബെഡിൽ കയറി കിടന്നോ, ഞാൻ താഴെ കിടന്നോളാന്ന് പറയണ. പകല് മൊത്തം ജോലി ചെയ്ത് മടുത്ത് വരുന്നതല്ലേ, അതൊന്നും കുഴപ്പമില്ല മിത്ര, നീ ബെഡിൽ തന്നെ കിടന്നോളാൻ പറയണ. ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതൊന്നും സാരമില്ലാന്ന് പറയണ. പിന്നീട് ആരും കുറച്ച് പൈസ എടുത്ത് മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൈ വെച്ചാളം പറയണേ. അതെന്താ? അല്ല നിനക്ക് കോളേജിലേക്ക് പോകുമ്പോൾ ചെലവുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ചിലപ്പം ബസ് ഫീസ് കൊടുക്കണം, അതോടൊപ്പം തന്നെ ചിലപ്പോൾ ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണമല്ലോ, അപ്പൊ അതിനു വേണ്ടി പൈസ വേണ്ടെന്ന് ചോദിക്കും. അത് കുഴപ്പമില്ല, നേരത്തെ ആരും തന്നെ പണം കയ്യിലുണ്ടെന്ന് പറയണം, എന്നാലും ഇത് വെച്ചോളാൻ പറയണം. വായിക്കാൻ കൂട്ടാക്കാത്ത സമയത്ത് ആരും ചീത്ത പറഞ്ഞു, ഇതങ്ങോട്ട് വെക്കാൻ പറഞ്ഞു ഇങ്ങോട്ട് കയ്യിലേക്ക് ബലമായിട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് മിത്രയ്ക്ക് ആകെപ്പാടെ സങ്കടമായിപ്പോയി. പാവം ആര്യം തനിക്ക് വേണ്ടിയിട്ടേ കിടന്ന് കഷ്ടപ്പെടുന്നത്. അവസാനം മിത്ര പറഞ്ഞു അതെ ഞാൻ കാരണം ആരിന്റെ പഠിപ്പ് പോലും മുടങ്ങിയില്ല, ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ വഴിയുണ്ടെന്ന് പറയണ. എന്ത്? ഞാൻ എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിക്കൂടെ പോവാം, അപ്പം ആരിനും പോയി പഠിക്കാലോ, ആരിന്റെ ജോലിയും നടക്കും പഠിപ്പും നടക്കും, അങ്ങനെ നോക്കിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കുറെ കഷ്ടപ്പാടുകൾ മാറി കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയാം. അതെന്താ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല, നീ ജോലിക്ക് പോയി വേണ്ട, എന്റെ പഠിപ്പ് നടത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്നൊക്കെ ആര്യം മിത്രയോട് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.